അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾക്കകഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാ നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാമല്ല അതിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയുന്നൊക്കെ ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ ഈ രാമനാരി ആരാ? അവന്റെ വരത്തിലേക്ക് മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ നല്ല ഇടി കിട്ടിണ്ടല്ലേ. അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയതാ ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം, താൻ ഒറ്റയൊരുത്തൻ കാരണം. ഞാൻ കാരണോ? പിന്നെ അല്ലാതെ. അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുക്ക ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവെ, അതിനിപ്പോ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്. ശിവ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്. ബഹുമാന്യനായ പാദുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം. ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. മരിച്ചുപോയാൽ പോയെന്നേ ഉള്ളൂ. അതിലും വലിയ ശിക്ഷയായി. വേണ്ട, ഡെയ്സി മരിക്കണ്ട. അവളെ എനിക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഞാനവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അപ്പോ ഡെയ്സിക്ക് സംസാരിക്കാൻ കഴിയാത്തടത്തോളം കാലം നിനക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയ്സിയുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അതിനുള്ള അവകാശമുള്ളൂ. അത്ര സാർ, പുറത്തവരെ ആൾക്കാർ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിന് ശേഷമേ അപ്പനെ കൊണ്ടുപോകാവൂ. സൂക്ഷിക്കണം നീ. പോ ഡോക്ടർ. എന്റെ കർത്താവേ, ഈ കൊച്ചിന് ബോധം വീണ് സംസാരിക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ കാണാവുള്ളേ. അതെന്താ? എന്താണെന്ന് കൊലപാതകി ആരാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചെന്ന് പറയുന്നത് ഞാനായിരിക്കും. ഡബിൾ പ്രമോഷനാ കിട്ടുക. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരാ? റൂം ക്ലീൻ ചെയ്യണ സാറേ. ക്ലീനറാ. ക്ലീനിക്കോ. അപ്പേ, ഇവിടെ അന്തരീക്ഷമൊക്കെ ക്ലീനാ. പോര്, വാ. അപ്പു വിഷമിക്കാതെ പൊയ്ക്കോളൂ. ഡെയ്സിയുടെ കൂടെ ഞാനുണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം.
ഇവനെ കുട്ടി നേരെ വീട്ടിലേക്ക് വയ്ക്കും. സാറിന് ഇപ്പോ മനസ്സിലായല്ലോ രാമനാഥന്റെ തനിനിറം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസിലെ പ്രധാന പ്രതിയെ സംരക്ഷിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഷെയിമാണ് സാർ ഇത്. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ഡെയ്സിയെ കാണാൻ വന്ന മോനെ, അവളുടെ കുടുംബത്തെ മുഴുവൻ കുത്തി മലർത്തിയിട്ട് നീ അവളെ കാണാൻ വന്നിരിക്കുന്നു. നീയാണല്ലോ ഇവന്റെ സഹായി. ഞാൻ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. നീ രാമനാഥന്റെ സംരക്ഷണത്തിലാണോ കഴിയുന്നത്? അല്ല. കള്ളം പറയുന്നോടാ റാസ്കൽ. ആറ്റുവ കുടുംബത്തെ കൊല ചെയ്യാൻ നിനക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതെന്ന് രാമനാഥനല്ലേ? ഞാൻ ആരും കൊന്നിട്ടില്ല. സിദ്ധാർത്ഥൻ, വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്. ഇവനെ കൊണ്ട് തത്ത പറയുന്നോലെ ഞാൻ പറയിപ്പിക്കും. രാജൻ, അറസ്റ്റ് ചെയ്യും. സർ. രാജൻ, നിങ്ങൾ അവിടെ വരൂ. അച്ഛന്റെ കൂട്ടുകാർ വന്നു. അങ്കിൾ നിങ്ങൾ എന്തധികമായി കാണിക്കുന്നേ? ഓഹോ, നീയാണല്ലേ അവന്റെ വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ച് പറിക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി? കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണേ സാർ. പട്ടിക്കാഴ് പറടാ മോളെ, നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശൊളിപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്, വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാർ നീയാണല്ലേ? സിദ്ധാർത്ഥ, പിടിച്ചു കയറ്റുന്ന നായിന്റെ മോളെ ജീപ്പിനകത്ത്. സർ, എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ, അവനെ ഞങ്ങൾ പൂട്ടും. ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തടാ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജ് ആണ് അത്ര, ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാളെ. അതേടോ, ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും ബദ്ധരും ബുദ്ധിസ്ഥിരതും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലവസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. പിടിച്ചു കൊടുത്തളിക്കുന്നത് നോയിന്റെ മക്കളെ. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നു? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP
അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്. സാർ, സാർ, വേണ്ട സാർ.